ക്ഷേത്രാവശിഷ്ടങ്ങൾക്ക് മുകളിൽ മസ്ജിദ്. രാമജന്മ ക്ഷേത്രകാലം മുതൽ ഇന്ത്യൻ ജനത കേൾക്കുന്ന വിഷയങ്ങളിലൊന്നാണിത്. രാമജന്മഭൂമിക്ക് ശേഷം ആർക്കിയോളജിക്കൽ സർവേയുടെ ശ്രദ്ധയിലേക്ക് പല മസ്ജിദുകളുടെയും പേരുകൾ ഹിന്ദു സേനകൾ കൊണ്ടുവന്നിരുന്നു. അക്കൂട്ടത്തിലേക്ക് ഏറ്റവും ഒടുവിൽ കടന്നു വന്നിരിക്കുന്നത് ഡൽഹിയിലെ പ്രശസ്തമായ ജമാ മസ്ജിദാണ്. വാരണാസിയിൽ മുഗൾ ഭരണകാലത്ത്, അതായത് 17-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച മസ്ജിദായ ഗ്യാൻവാപ്പി സമാന വിഷയത്തിൽ നിയമപോരാട്ടം നടത്തി വരുന്നതിനിടെയാണ് പുതിയ വെളിപ്പെടുത്തൽ എന്നത് ശ്രദ്ധേയമാണ്. ഡൽഹിയിലെ പ്രശസ്തമായ ജമാ മസ്ജിദിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സർവേ നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഹിന്ദുസേന. സംഘടനയുടെ ദേശീയ പ്രസിഡന്റ് വിഷ്ണു ഗുപ്തയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ട് കത്തയച്ചത്. മസ്ജിദിൻ്റെ നിർമ്മാണത്തിന് പിന്നിലുള്ള വാസ്തവം എന്തെന്ന് പുറത്തു കൊണ്ടുവരണം. അതിനായി മസ്ജിദ് ഉൾപ്പെടുന്ന സ്ഥലത്ത് പരിശോധന വേണം. മുഗൾ ചക്രവർത്തി ഔറംഗസീബ് ജോധ്പൂരിലെയും ഉദയ്പൂരിലെയും കൃഷ്ണക്ഷേത്രങ്ങൾ തകർക്കുകയും അവയുടെ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ചാണ് പള്ളി നിർമ്മിച്ചതെന്നും കത്തിൽ പറയുന്നുണ്ട്. ഹിന്ദു മതവികാരങ്ങളെ അവഹേളിക്കുന്ന രീതിയിൽ മസ്ജിദിൻ്റെ കോണിപ്പടികൾക്ക് താഴെ വിഗ്രഹങ്ങൾ കുഴിച്ചിട്ടതായും ആരോപണമുണ്ട്. ഇതിൻ്റെയെല്ലാം സത്യാവസ്ഥ അറിയാനാണ് സർവേ നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. സാഹി മുസ്താഫ് ഖാൻ രചിച്ച ഔറംഗസേബ് നാമ എന്ന രചനയാണ് തെളിവായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. സർവേയിലൂടെ ഔറംഗസേബ് നടത്തിയ ചരിത്രപരമായ അതിക്രമങ്ങൾ തുറന്നുകാട്ടാൻ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കുകയും അവ ക്ഷേത്രങ്ങളിൽ പുനഃസ്ഥാപിക്കണമെന്നും ഹിന്ദുസേന ആവശ്യപ്പെട്ടു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ പള്ളികളൊന്നാണ് ഡൽഹി ജമാ മസ്ജിദ്. 1644-നും 1656-നും ഇടയിൽ മുഗൾ ചക്രവർത്തി ഷാജഹാനാണ് പള്ളി നിർമ്മിച്ചത്. മുഗൾ വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ച ഉദാഹരണമായാണ് ഇതിനെ കണക്കാക്കുന്നത്. അജ്മീർ ജില്ലാ കോടതിയിൽ അദ്ദേഹം ഇത് സംബന്ധിച്ച് ഹർജി നൽകിയിരുന്നു. ഹർജി സ്വീകരിച്ച കോടതി ഡിസംബർ 20-ന് വാദം കേൾക്കും. അതേസമയം 5 നൂറ്റാണ്ട് പഴക്കമുള്ള ഉത്തർപ്രദേശിലെ സംഭാലിൽ സ്ഥിതി ചെയ്യുന്ന ഷാഫി മസ്ജിദും നിയമപോരാട്ടത്തിലാണ്. ക്ഷേത്രം തകർത്താണ് മസ്ജിദ് പണിതതെന്നാണ് സംഘപരിവാറിൻ്റെ വാദം. സംഭാൽ കോടതി മസ്ജിദിൽ സർവേക്ക് അനുമതി നൽകിയിരുന്നു. പിന്നാലെ സർവേയെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ 5 ആളുകൾക്കാണ് ജീവൻ നഷ്ടമായത്.